Okay. Slowly try. Come. Come. Cut. ഞാനൊന്നും കേട്ടില്ല. പോലീസ് ജീപ്പ് പറഞ്ഞിരുന്ന അടുത്ത സീനിലേക്കല്ലേ? ഫിലിം എത്രയാ വേസ്റ്റ് ആയത്? എല്ലാരും കൂടെ ചേർന്ന് ഈ സൂപ്പർ ദിനേശിന്റെ സൂപ്പർ പ്രൊഡക്ഷനെ വെറും പാപ്പർ പ്രൊഡക്ഷൻ ആക്കരുത്. അവിടുന്ന് മാറാൻ പറയണം. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കും. ഹലോ സർ, ഐ എം CI സത്യനാഥൻ. What can I do for you? എനിക്ക് നിങ്ങളുടെ നടിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പബ്ലിക്കായിട്ട് ഇവിടെ വെച്ചൊന്നും പറ്റൂല എന്ന് പറ. You carry on, Inspector. Thank you, sir. ഇതാണ് കുടുംബം വെക്കുന്ന ആള്, പ്രൊഡ്യൂസർ. കണ്ടില്ലേ അല്പത്തരം ചെയ്തു സർ. ഹലോ, ഐ എം CI സത്യനാഥൻ. യെസ്. എനിക്ക് സഞ്ജനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. വിരോധമില്ലെങ്കിൽ. ഓക്കെ. താങ്ക് യു. ഡയറക്ടർ സാറേ, സംശയം വല്ലുണ്ടെങ്കിൽ ചോദിച്ചോണേ. അങ്ങോട്ട് ഇൻസ്പെക്ടർ ബൽറാം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ IVCC സാറിനും ദാമോദരൻ മാഷിനും ഒക്കെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരുന്നേ. എല്ലാ ഡൗട്ടും അങ്ങനെയൊന്നുമില്ല, ഏറെക്കുറെ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ 1.5 ഇഞ്ച് പൊക്കമുള്ളവരെയൊക്കെ പോലീസിൽ എടുക്കുവോ? സാറെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? CD പ്രശ്നം. നിങ്ങളുടെ പടത്തിന്റെ വ്യാജ CD നിങ്ങൾ തന്നെ ഇറക്കുന്നു എന്ന് കേട്ടല്ലോ. സത്യമായിട്ട് ഞാൻ ആ പണി നിർത്തി സാറേ. അമ്മച്ചിയാണ് അത് ശരി. അപ്പൊ മുമ്പുണ്ടായിരുന്നല്ലേ? അത് പിന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എന്റെ എല്ലാ പടങ്ങളും പെട്ടിക്കകത്തിരിക്കുന്നത് കൊണ്ട് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ CD ഇറക്കി പോയതാണ്. പക്ഷെ ഇതങ്ങനെ ചെയ്യില്ല. ഇത് കറക്റ്റ് ആയിട്ട് തിയേറ്ററിലെത്തും അല്ലേ? ഇയാളെ പരിചയമുണ്ടോ മിസ് സഞ്ജനയ്ക്ക്? 2 ദിവസം മുമ്പ് മണ്ണുത്തിക്കടുത്ത് കൊല്ലപ്പെട്ട ആളുടെ ഫോട്ടോ ആണിത്. യെസ്, ഞാൻ ആ വാർത്ത ന്യൂസ് പേപ്പറിൽ കണ്ടിരുന്നു. അയാളുടെ ഡെഡ് ബോഡിയിൽ നിന്നും സഞ്ജനയുടെ ചിത്രങ്ങളുള്ള കുറെ പേപ്പർ കട്ടിങ്സ് കിട്ടിയിരുന്നു. ഒപ്പം സഞ്ജനയുടെ അഡ്രസ്സും. അതിപ്പോ ഞാൻ അയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ കൊടുത്തിരുന്ന അഡ്രസ്സും നിങ്ങളുടേതായിരുന്നു. ഒന്നുകൂടി ഈ ഫോട്ടോ നോക്കിയേ. ചിലപ്പോ എവിടെങ്കിലും വെച്ചൊരു പരിചയം. നോ ഹോപ്പ്. ഒരു പിടിയും കിട്ടുന്നില്ല. കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അങ്ങനെ ആരെങ്കിലും ആവാം, അല്ലാതെ. അതെ, അങ്ങനെ ആവാം. ഒരു തമിഴ് പടത്തിൽ ഇത്തരം ഒരു കഥ വന്നിട്ടുണ്ട്. വെള്ളിത്തിരയിലെ നായികയെ പ്രണയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. സഞ്ജന കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല. ഏത് പടമാ അത്? പേര് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ശല്യം സഹിക്കാൻ വയ്യാതെ നായിക അയാളെ വക വരുത്തുന്നതായിരുന്നു അതിന്റെ ക്ലൈമാക്സ്. ഓ. ഓക്കെ, താങ്ക് യു സഞ്ജന. ഓക്കെ. ചില പാട്ട് സീനുകളിൽ ഡ്രസ്സിന്റെ അളവ് കുറച്ച് കുറയുന്നുണ്ടോന്നൊരു സംശയം. അതിപ്പോ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുമ്പോ. അത് നേരാ. കഥാപാത്രം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. പക്ഷെ ദേശീയ അവാർഡ് വാങ്ങിച്ച നടിയുടെ അഭിനയം ചിലപ്പോഴൊക്കെ ഓവർ ആകുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. എന്താ മോളെ പോലീസുകാരൊക്കെ? അത് പിന്നെ ഒന്നുമില്ല, എന്റെ ഒരു ആരാധകനാ. ഓ, അത്രേ ഉള്ളൂ. വരൂ. കൊല്ലപ്പെട്ട വിമലയുടെ അമ്മയാ മരിയ റോയ്. ഇതെല്ലാം വിമലിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇവളാ എന്റെ വിമലിനെ. അമ്മയുടെ മകൻ ഇല്ലാതാക്കിയ ആളെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ചോദിക്കുന്നേ. സഞ്ജനയും വിമലും തമ്മിൽ എന്താ ബന്ധം? ഗോവയിലെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്റെ മകൻ വിമൽ റോയ്. അവന്റെ അച്ഛനെ പോലെ. വളർച്ചയുടെ നാളുകളായിരുന്നു അവന്. അവളെ കാണുന്നത് വരെ. ലീലാമ്മയോ? അതെ, ലീലാമ്മ. പനാജിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന സുധാകർ ഗൌഡയുടെയും ഒറ്റപ്പാലംകാരി ശാരദയുടെയും ഏക മകൾ. ഇന്നത്തെ പ്രസിദ്ധിയായ നടി സഞ്ജന. എന്റെ വിമലിനെ വലവീശി പിടിക്കുകയായിരുന്നു അവർ. അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധം. എന്റെ എതിർപ്പുകൾക്ക് യാതൊരു വിലയുമില്ലായിരുന്നു.
പക്ഷേ അവൾ ചതിച്ചു. എന്റെ മോനിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടി. സാധാരണക്കാരിയായിരുന്ന അവൾ അറിയപ്പെടുന്ന മോഡലായി. പുതിയ വരുമാന മാർഗങ്ങൾ വന്നപ്പോൾ അവൾ അവനിൽ നിന്നകന്നു. പക്ഷേ എന്റെ മോന് അവളെ അങ്ങനെ അങ്ങ് മറക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ അവളെ തേടി. ഒരു ദിവസം 2 ചിക്കൻ ഫ്രൈ. ഓക്കെ സർ. അവളവിടെ ലീല ഇവിടെ ഇല്ല. എവിടെ പോയി വിളിച്ചാലും അവളെ കണ്ടിട്ടേ ഞാൻ പോവും. പറയടി, അവൾ എവിടെയെന്ന്. മോറ. എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അയാൾ മരിച്ചില്ല. പക്ഷെ കൊലപാതക ശ്രമത്തിന് 3 വർഷം അവൻ ശിക്ഷ അനുഭവിച്ചു. തിരിച്ചെത്തിയപ്പോഴേ അറിഞ്ഞത് മോഡലിംഗിലേക്ക് കൈപിടിച്ചുയർത്തിയ ലീല ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആകെ അറിയപ്പെടുന്ന പ്രസിദ്ധ നടിയാണെന്ന്. ആരോടൊന്നും പറയാതെ പോകുന്നത് അവൻ. പിന്നെ പിന്നെ കേട്ടത് എത്ര നേരം ട്രൈ ചെയ്യണം. എന്റെ ഒന്ന് എടുത്തൂടെ? ഇരി ആവശ്യമുള്ള വെട്ടി വിഴുങ്ങിക്കൊണ്ടിരി. അതെ, സഞ്ജനയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? എടോ, സഞ്ജന ഇല്ലാതെ ഒരു ഷോട്ടും പോലെ ലൈവ് സീനില്ല. അവൾ വേണ്ട എന്നിട്ട് തുടങ്ങാം. ഒരു ഐഡിയ ഉണ്ട്. എന്ത്? സഞ്ജനയുടെ ഡൂപ്പ് നമുക്ക് ഇട്ടാലോ? നന്നായിരിക്കും. എന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. ആര്? കൂതറ തങ്കമ്മ. എന്ത്? എണീക്കണോ? വലിയ വിവരം ഉണ്ടോ തനിക്ക്? Go and do your work. Absolutely right. ഞാൻ മണ്ടൻ തന്നെയല്ലേ? വിവരം ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? കാശ് മുടക്കണം, ഇംഗ്ലീഷ് ഇത്രയും കേൾക്കണം. ഡേടാ ഇങ്ങ് വാ. ഇതെവിടെ കൊണ്ടുപോകണം? കൊടുക്കണ്ട കേട്ടാ. ആദ്യം സഞ്ജന വന്ന് ഷോട്ട് എടുത്തതിന് ശേഷം വല്ലതും കൊടുത്താൽ മതി കേട്ടാ. പോ. അന്നേ ഞാൻ പറഞ്ഞതാ നായികയായിട്ട് സഞ്ജന വേണ്ടാന്ന്. അതെങ്ങനെ? ഈ ഡയറക്ടർക്ക് ഷോട്ട് വരണമെങ്കിൽ സഞ്ജന തന്നെ അഭിനയിക്കണമല്ലോ. ഇക്കണക്കിന് പോയ ഈ പടത്തിന്റെ വ്യാജ സീഡി ഞാൻ തന്നെ ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്തായി? ഞാൻ സഞ്ജനയുടെ വീട്ടിൽ അന്വേഷിച്ചു. അതിരാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോയെന്നാ പറഞ്ഞത്. പിന്നെന്താ അവൾ ആവിയായി പോയാ? കണ്ട അടിക്കണ്, എടുക്കണില്ല. ഓക്കെ, അപ്പോ വിമൽ റോയെ അറിയില്ല എങ്കിൽ ഞാനൊരു പഴയ കഥ പറയാം. ഗോവയിലെ പ്രസിദ്ധനായ മോഡൽ ഫോട്ടോഗ്രാഫർ വിമൽ റോയ്, സുന്ദരിയായ മോഡൽ ലീലാമ. അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. തീവ്രമായ പ്രേമം. വിമലിന്റെ തികച്ചും ആത്മാർത്ഥമായ സ്നേഹമായിരുന്നുവെങ്കിലും ലീലയുടെ കണ്ണവന്റെ സമ്പത്തിലും അവൻ വഴി നേടാവുന്ന പ്രശസ്തിയിലും മാത്രമായിരുന്നു. അവളുടെ സ്വാർത്ഥത വിജയിച്ചു. പുതിയ പുതിയ ഓഫറുകളും കണക്ഷൻസും വന്നപ്പോൾ ലീല വിമലിനെ തഴയാൻ തീരുമാനിച്ചു. നിഷേധിക്കേണ്ട മാഡം, ഞാനെല്ലാം അന്വേഷിച്ചറിഞ്ഞു. മരിച്ചയാളുടെ ഫോട്ടോയുമായി നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞാൻ വന്നപ്പോൾ അയാൾ അറിയില്ലെന്ന് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു അയാളെ നിങ്ങൾക്കറിയാമെന്ന്. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് അയാളുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിൽ സഞ്ജന, ആ അമ്മയെ അറിയാമെന്ന് നോക്കിയേ. ഇവിടെ തന്നെ എന്റെ മോനെ ഇല്ലാതാക്കിയത്.